ഇതുവരെ നമ്മൾ പറഞ്ഞത് കളർ എങ്ങനെ ചേഞ്ച് ചെയ്യാം, എങ്ങനെ കോപ്പി ചെയ്യാം, അതെങ്ങനെ ഡിലീറ്റ് ചെയ്യാം, അതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇതുവരെ നമ്മൾ വർക്ക് ചെയ്തത് പോർട്രേറ്റ് മോഡിലാണ്. ഇനി നമുക്കിന്ന് ലാൻഡ്സ്കേപ്പ് മോഡിലേക്കൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി നമ്മുടെ ഫോണിൻ്റെ റൊട്ടേറ്റ് ഓൺ ചെയ്ത് മൊബൈൽ ഫോൺ തിരിച്ചു പിടിക്കുക. ഈ രൂപത്തിലും നമ്മൾ വർക്ക് ചെയ്ത് ശീലിക്കേണ്ടതുണ്ട്. എല്ലാ ടൂൾസും ഒരുപോലെ തന്നെയാണ്. ചിലർക്ക് ഇങ്ങനെയായിരിക്കും എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുക. സ്ക്രീനിൻ്റെ വലതുഭാഗത്തായി നമുക്ക് നമ്മുടെ ഓപ്ഷനുകളും ടൂൾസുകളൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ എ എന്നുള്ള ഓപ്ഷനിൽ തന്നെയാണ് ഉള്ളത്. ഇനി നമുക്ക് അതിലുള്ള ടൂൾസുകൾ പരിചയപ്പെടാം. വലതുഭാഗത്ത് കാണുന്ന ടൂൾസ് ബോക്സിലെ കോപ്പി എന്നുള്ളതിൻ്റെ തൊട്ടടുത്ത് തന്നെ ടു ഫ്രണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമ്മുടെ ലെയറുകൾ ഏറ്റവും മുകളിലാക്കാൻ വേണ്ടിയാണ് ഈ ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. ഈ ഐക്കൺ ഞെക്കിയാൽ നമുക്ക് ലെയറുകൾ കാണാൻ സാധിക്കും. ഇവിടെ നബിദിന ആശംസകൾ എന്നുള്ളത് താഴെ ലെയറായിട്ടാണ് നമുക്ക് കാണുന്നത്. രണ്ടാമത്തെ ലെയറായിട്ടാണ് കാണുന്നത്. അതെങ്ങനെ ഒന്നാമത്തെ ലെയറാക്കി മാറ്റാം? ടു ഫ്രണ്ട് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമുക്ക് കാണാം നബിദിനാശംസകൾ എന്ന് ഒന്നാമത്തെ ലെയറായി മാറിയിരിക്കുന്നു. അതിൻ്റെ തൊട്ടു താഴെയുള്ള ടു ബാക്ക് സെലക്ട് ചെയ്താൽ ഏറ്റവും പിറകുള്ള ലെയറായി മാറുകയാണ് ചെയ്യുക. ഇപ്പോൾ 2 ലെയറാണ് ഇതിലുള്ളത്. 10 ലെയറോ 20 ലെയറോ ഒക്കെ ആണെങ്കിൽ 20ാമത്തെ ലെയർ, അതായത് ഏറ്റവും ലാസ്റ്റിലുള്ള ലെയറായി മാറുകയാണ് ചെയ്യുക. ലെയറുകൾ മുകളിലേക്കും താഴേക്കുമാക്കുമ്പോൾ നമ്മുടെ പേജിൽ എന്ത് വ്യത്യാസമാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഈ ബട്ടണിൽ ഞെക്കി നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കാം. ഇനി നബിദിനാശംസകൾ എന്നതിൻ്റെ മുകളിൽ കൊണ്ടുപോയി വെക്കുമ്പോൾ അത് താഴെയാണ് നിൽക്കുന്നത്. കാരണം എന്താണ്? താഴെ ലെയർ ആയതുകൊണ്ടാണ്. ഇനി നമുക്ക് ഫ്രണ്ടിലേക്കൊന്ന് ആക്കി നോക്കാം. ഇപ്പോൾ വ്യത്യാസം മനസ്സിലാകും. ഇപ്പോൾ നബിദിനാശംസകൾ എന്ന് മുകളിലുള്ള ലെയർ ആയിട്ടുണ്ട്. ഇതിൻ്റെ കളറൊന്ന് മാറ്റി നോക്കിയാൽ നമുക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. ഇനി നമ്മൾ സൂം ഔട്ട് ചെയ്ത് അടുത്ത ഓപ്ഷൻ എന്താണെന്ന് നോക്കാം. പൊസിഷൻ, അതായത് ഇതിലുള്ള ടെക്സ്റ്റുകളെയും മറ്റും വിരലുകൾ ഉപയോഗിച്ച് തന്നെ നമ്മുടെ പേജിൽ നമുക്ക് വേണ്ട സ്ഥലത്തേക്ക് മാറ്റി കൊടുക്കാമെങ്കിലും ഇത് ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ ഉദ്ദേശിച്ച കറക്റ്റ് പൊസിഷനിൽ എത്തിക്കാൻ സാധിക്കുക. ഒറ്റ ക്ലിക്കിൽ തന്നെ എത്ര പിക്സൽ അപ്പുറം മൂവ് ചെയ്യണമെന്ന് നമുക്ക് മുകളിലുള്ള കൺട്രോൾ ബാർ ഉപയോഗിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി അടുത്ത ഓപ്ഷൻ റിലേറ്റീവ് പൊസിഷൻ എന്നുള്ളതാണ്. അതൊന്ന് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിൽ മുകളിൽ 3 ഓപ്ഷനും അതിൻ്റെ തൊട്ട് താഴെ അതുപോലെ തന്നെ മറ്റൊരു 3 ഓപ്ഷനും കൂടെ നമുക്ക് കാണാൻ സാധിക്കും. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ടെക്സ്റ്റ് സെലക്ട് ചെയ്ത് നമ്മൾ ഇടതുഭാഗത്തേക്കുള്ള ആരോയിൽ ടച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ടെക്സ്റ്റ് നമ്മുടെ സ്ക്രീനിൻ്റെ ഇടതുഭാഗത്തേക്കായി. ഇനി മുകളിലെ വലതുഭാഗത്തേക്കുള്ള ആരോയിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ നമ്മുടെ ഈ ടെക്സ്റ്റ് വലതുഭാഗത്തേക്കായി. ഇനി ഇടതുഭാഗവുമല്ല വലതുഭാഗവുമല്ല, അതിൻ്റെ സെൻറ്റർ പോയിന്റിലാണ് വേണ്ടതെങ്കിൽ അതിൻ്റെ നടുവിലുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. ഇതുപോലെ തന്നെയാണ് ഇതിൻ്റെ താഴെയുള്ള 3 ഓപ്ഷനുകളും. മുകളിലേക്ക് ആക്കാം, അതുപോലെ തന്നെ താഴെയും ആക്കാം, ഏറ്റവും താഴെ. ഇനി മുകളിലും താഴെയുമല്ല, അതിൻ്റെ സെൻറ്റർ പോയിന്റിലാണ് വേണ്ടതെങ്കിൽ അതിൻ്റെ നടുവിലുള്ള ഓപ്ഷനാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഇനി നമുക്ക് പഴയതുപോലെ നബിദിനാശംസകൾ എന്ന് അതിൻ്റെ താഴേക്ക് തന്നെ ഇതുപോലെ പൊസിഷൻ മാറ്റി കൊടുക്കാം. ഇനി നമുക്കൊന്ന് ടിക്ക് ചെയ്ത് കൊടുക്കാം. ചില ഓപ്ഷനുകൾ നമ്മൾ ഇപ്പോൾ പറയുന്നില്ല, അത് അവസരം വരുമ്പോൾ ഉപയോഗിക്കാം. നമ്മുടെ വീഡിയോ കാണുന്ന അധികം ആളുകളും തുടക്കക്കാരായതുകൊണ്ട് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അവസരം വരുമ്പോൾ അത് ഉപയോഗിക്കും. റെഡ് റൗണ്ടിൽ കാണുന്നത് ഒപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷനാണ്. അടുത്ത ഓപ്ഷനാണ് റൊട്ടേറ്റ്. നമ്മുടെ ടെക്സ്റ്റുകളെ റൊട്ടേഷൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി ശരിക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കളറ് ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം റൊട്ടേഷൻ. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബാറിൻ്റെ ഈ താഴെയുള്ള ഈ കാണുന്ന ആരോ മാർക്കിൽ അഡ്ജസ്റ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഇനി അടുത്തത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ടൂൾസാണ് ഫോണ്ട്. നമ്മുടെ പോസ്റ്റർ ഡിസൈനിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മപ്രധാനമായ ഒരു ടൂൾസാണ് ഫോണ്ട്. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഫോണ്ടുകൾ കാണാം. അതുപോലെ തന്നെ
ഏറ്റവും ഇടതുഭാഗത്ത് നമ്മുടെ ടെക്സ്റ്റും കാണാൻ സാധിക്കും. ഏറ്റവും മുകളിൽ ഫൗണ്ട്, മൈ ഫൗണ്ട് എന്നിങ്ങനെ ഓപ്ഷനുകൾ കാണാം. ഫൗണ്ട്സ് എന്നുള്ളതിൽ പിക്സൽ ലാബിൽ ഉള്ള ഫൗണ്ടുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. മൈ ഫോൺസ് ആണെങ്കിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന ഏത് ഭാഷയിലുള്ള ഏത് തരം ഫോണ്ടുകളും നമുക്കിവിടെ ലഭ്യമാകുന്നതാണ്. അതിനനുസരിച്ച് ഏറ്റവും അടുത്ത ഭാഗത്തുള്ള ബാറിൽ ഫോണ്ടുകൾ ചേഞ്ച് ആവുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒക്കെ കൊടുത്തപ്പോൾ നമ്മുടെ ടെക്സ്റ്റിന് നമ്മൾ സെലക്ട് ചെയ്ത ഫോണ്ടായി മാറിയിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഇനി ഇതിൻ്റെ മുകളിലുള്ള ടെക്സ്റ്റിന് നമുക്ക് ഫോണ്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. മൈ ഫോൺസ് എടുത്ത് അതിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫോണ്ട് സെലക്ട് ചെയ്യുക. നിങ്ങളുടെ പിക്സൽ ലാബിൽ മൈ ഫോൺസ് എന്നുള്ളതിൽ ഫോണ്ടുകൾ ഉണ്ടാവില്ല. അവിടേക്ക് എങ്ങനെയാണ് ഫോണ്ടുകൾ ആഡ് ചെയ്യാം എന്നാണ് ഇനി നോക്കുന്നത്. നമ്മുടെ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഞാനിതിൻ്റെ ലിങ്ക് ഇടുന്നുണ്ട്. അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഈ കാണുന്ന ഡൗൺലോഡ് ഐക്കണിൽ സെലക്ട് ചെയ്ത് ഫോണ്ടുകൾ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ആയി കഴിഞ്ഞാൽ മുകളിൽ കാണുന്ന 3 ഡോട്ട്സ് എടുത്ത് ഡൗൺലോഡ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇവിടെ ഡൗൺലോഡ് എന്നുള്ളത് എടുത്താൽ നമുക്ക് ഏറ്റവും മുകളിൽ കാണാം മലയാളം ഫോണ്ട് സിപ്പ് എന്ന് കാണാം. അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കാണ് വരിക. ഇനി അതിൻ്റെ താഴെയുള്ള എക്സ്ട്രാക്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മുടെ പിക്സൽ ലാബ് ഓപ്പൺ ചെയ്ത് ഏതെങ്കിലും ഫോണ്ട് സെലക്ട് ചെയ്ത് ഫോണ്ട് എന്ന ഓപ്ഷനിൽ പോയി മുകളിൽ കാണുന്ന മൈ ഫോൺസ് എടുത്ത് ഇവിടെ ഈ ഫയലിൻ്റെ ചിഹ്നം കാണാം, അത് ഓപ്പൺ ചെയ്യുക. ഇവിടെ ഡൗൺലോഡ് മലയാളം ഫോൺസ് ഈ 2 ഫയലിലും ഫോണ്ടുകൾ ലഭ്യമാണ്. അതിൻ്റെ താഴെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇനി ഇതുപോലെ തന്നെ രണ്ടാമത്തെ ഫയലും നമ്മുടെ പിക്സൽ ലാബിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ ഈ ഫോണ്ടുകൾ ഉപയോഗിച്ച് നമ്മുടെ പിക്സൽ ലാബിലെ വർക്കുകളൊക്കെ നമുക്ക് നല്ല മനോഹരമാക്കാം. ഇനി ഇതിലും മനോഹരമായ ഫോണ്ടുകൾ ഡൗൺലോഡ് ചെയ്യാനുണ്ട്. വരും ക്ലാസ്സുകളിൽ നമ്മുടെ പിക്സൽ ലാബിലേക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇനി ഇതിൽ സൈസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. നമ്മുടെ ടെക്സ്റ്റുകളുടെ സൈസ് വലുപ്പം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയാണ് ഈ ഓപ്ഷൻ. ടെക്സ്റ്റുകളുടെ വലുപ്പം ഇനി മറ്റൊരു രൂപത്തിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ സെലക്ട് ബാറിൻ്റെ അറ്റത്തുള്ള ഈ ഒരു ഓപ്ഷൻ, ഈ റൗണ്ടിൽ കാണുന്ന ഈ ഒരു ഓപ്ഷനിൽ പിടിച്ചും ടെക്സ്റ്റുകളുടെ വലുപ്പം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെയുള്ള കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.